നിലാക്കനവിലെ നിലാകവിതയോ നീ ഈ പകലിലെ പോക്കുവെയിലോ നീ പിടഞ്ഞുണരും കനൽ മിഴിയോ പതഞ്ഞുയരും കടൽ തിരയോ ജയസുധയുടെ കല്യാണം താൻ നടത്തിക്കൊള്ളാമെന്നും അതിനുള്ള പണവും സ്വർണവും താൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പ്രവീൺ ജലജയോട് പറയുന്നു. പ്രവീൺ വന്നതിൽ പ്രതിഷേധിക്കുന്ന ചിത്രഭാനു. ശ്രുതിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനെ താൻ കണ്ടുപിടിക്കുമെന്നും അതിനുള്ള പുതിയ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഏഞ്ചലിനോട് പറയുന്ന സിറിൽ. വീട്ടിലൊരു പൂജ നടത്താൻ അച്ഛനോട് സമ്മതം വാങ്ങുന്ന രവിയും സബിതയും. ശ്രുതിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ താനാണെന്ന് അരുൺ തോമസിനോടും മറ്റും സമ്മതിക്കാമായിരുന്നില്ലേ എന്ന് സുദീപ് ശ്രുതിയോട് ചോദിക്കുന്നു. ഇനി തുടർന്ന് കാണുക. സുദീപ് എന്താ അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് ചിന്തിക്കാതിരുന്നത്? നീ ആ കുഞ്ഞിന്റെ അവകാശം എന്നറിഞ്ഞ സിറിൽ അടുത്തെന്താ ചെയ്യാൻ പോന്നെന്ന് നിനക്ക് ഊഹിക്കാൻ കഴിയില്ലേ? അല്ലാതെ തന്നെ അവൻ നമ്മളെ ചുറ്റി വളഞ്ഞു മുറുക്കിയിരിക്കുക. അതുകൊണ്ട് ഓഫീസിൽ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് നീ അംഗീകരിച്ചോ? ബാക്കിയുള്ളവർ നിന്നെ കുറിച്ച് എന്ത് കരുതി കാണും? നീ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? ഞാൻ അവരുടെ മുഖത്ത് എങ്ങനെ നോക്കുന്നുള്ളതാണോ നിന്റെ പ്രശ്നം? അത് ഞാൻ സഹിച്ചോളാം. അതിലും വലുതൊന്നും സംഭവിക്കാതിരിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാ അരുൺ സാർ എന്നെ രക്ഷിക്കാൻ വേണ്ടി അപ്പൊ അങ്ങനെ പറഞ്ഞതും. നീ ചോദിച്ച ഇതേ ചോദ്യം അരുൺ സാറും ചോദിച്ചത്. വയറ്റി വളരുന്ന കുഞ്ഞിന്റെ പിതൃത്വം ആരെന്ന് പുറത്തു പറയാൻ കഴിയാതെ വരുന്ന ഒരു പെണ്ണിന്റെ അവസ്ഥയുണ്ടല്ലോ. ഇതൊക്കെ നീയായിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങളല്ലേ ഈഷ? ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഞാൻ എത്ര തവണ നിന്റെ അടുത്ത് പറഞ്ഞതാ. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ മനസ്സുരുകി കഴിയാതെ കുറച്ചു കാലെങ്കിലും സന്തോഷത്തോടെ കഴിയാന്ന്. നീ ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. അതൊക്കെ അടഞ്ഞ അധ്യായങ്ങളാ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതിന്റെയൊക്കെ സത്യാവസ്ഥ അന്വേഷിച്ച് അരുൺ സാറിന്റെ വീട്ടിൽ ചെന്നിരുന്നു സിറിൽ. സിറിൽ? അപ്പോ അവൻ അരുണിന്റെ അമ്മച്ചിയോടെല്ലാം പറഞ്ഞു കാണും. നാളെ അവര് നിന്നെ മിന്നുകെട്ടാൻ അവരരുണിനെയും കൂട്ടി വരും. ഇതിൽ കൂടുതൽ ഒരു കാരണം അവർക്ക് വേണ്ടല്ലോ. സിറിലിനും അരുൺ തോമസിന് ഇടയിൽ കിടന്ന് നീ ചക്രശ്വാസം വലിക്കേണ്ടി വരും. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ സുദീപ്. ഇപ്പൊ വന്നതിൽ കൂടുതലൊന്നും ഇനി വരാനില്ലല്ലോ. നാളെ ഞാൻ അയാളുടെ ഭാര്യയായി ജീവിക്കേണ്ടി വരില്ലെന്ന് ആര് കണ്ടു? ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഒന്നെനിക്കറിയാം, അത്ര നിസ്സാരായിട്ട് സിറിൽ ഇനി ബാംഗ്ലൂർ പോലീസിന് രക്ഷപ്പെട്ട് വരില്ല. അതിനുള്ള എല്ലാ വഴികളും അരുൺ സാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്കൊരു ധൈര്യമുണ്ട് സുധി. വീണ താങ്ങാനൊരാളുണ്ടെന്നൊരു ധൈര്യം.
തമ്മിലുള്ള അകലം ഒത്തിരി കൂടിയല്ലേ? നമ്മൾ തമ്മിൽ പിരിയാനുള്ള ദിവസങ്ങൾ ഒത്തിരി കുറഞ്ഞു. നീ ഇന്നൊരു പക്വതയുള്ള ഉറച്ച തീരുമാനമുള്ളൊരു പെണ്ണായി. ഞാനാ ഇപ്പോഴും യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടാതെ ജീവിക്കുന്നവൻ, ഇപ്പോഴും ജീവിതം പഠിക്കാത്തവൻ. അങ്ങനെ നീ സ്വയം താഴണ്ട സുധി. നീ ശരിയാ. എനിക്കിപ്പോ അതാ സന്തോഷം. മനസ്സ് കുറേശ്ശെ തണുത്തു തുടങ്ങിയത് ഇപ്പോഴാ. ഞാൻ എൻ്റെ അമ്മ ചെയ്ത പോലെ എന്റെ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് പോവുകയല്ലോ. അവനെയോ അല്ലെങ്കിൽ അവളെയോ അർഹിക്കുന്ന കൈകളിൽ തന്നെയല്ലേ ഏൽപ്പിക്കുന്നത്. അവന് ഒരച്ഛനെയല്ല, രണ്ടച്ഛന്മാരെയാ കിട്ടുന്നത്. സ്നേഹമുള്ള അച്ഛനും അമ്മയും, മുത്തശ്ശനും മുത്തശ്ശിയും. ഭാഗ്യമുള്ള കുഞ്ഞാത്. പിന്നെ എന്റെ കുഞ്ഞിന് അമ്മയുടെ അമൃത് കുടിക്കാൻ ഭാഗ്യമില്ലെന്നല്ലേ ഉള്ളൂ. വിശന്ന് കരയുമ്പോ കുപ്പിപ്പാലം നുണയാനേ അതിന് യോഗമുള്ളൂ. ആ പൂ പോലത്തെ മുഖം ഒന്ന് ചേർത്ത് തഴുകി ഓർക്കാൻ കഴിയില്ലെന്നല്ലേ ഉള്ളൂ. പിച്ച വെച്ച് നടന്ന് തെന്നി വീഴുമ്പോ പൊന്നേന്ന് പറഞ്ഞ് വാരിയെടുക്കാൻ, ഒരുമ്മ കൊടുക്കാൻ ഞാനില്ലെന്നല്ലേ ഉള്ളൂ. ആ വേദനകളൊക്കെ ഞാൻ സഹിച്ചോളാം. നിന്റെ കൺമുമ്പിൽ അവൻ വളരുന്നുണ്ടല്ലോ എന്നൊരാശ്വാസത്തിൽ. ഞാൻ വരും സുധി. കുറെ വർഷങ്ങൾ കഴിഞ്ഞ് എന്റെ കുഞ്ഞ് വളർന്ന് പൂർണ്ണമായും നിങ്ങളുടേതാവുമ്പോ ആ മുഖം ഒന്ന് കാണാൻ, ആ രൂപം ഒന്ന് കാണാൻ. അവകാശം പറയാനല്ല, ദൂരെ നിന്നൊന്ന് കാണാൻ. അപ്പോ അച്ഛൻ്റെയോ ഇളയച്ഛൻ്റെയോ കൂട്ടുകാരിന്ന് നീ പരിചയപ്പെടുത്തുമ്പോ എന്റെ കുഞ്ഞെന്നെ വിളിക്കും ആന്റിന്ന്, ഇല്ലേ സുധി? അപ്പോ ഞാനവന്റെ ആന്റിയാവും. നീ എനിക്ക് വെറും ഫ്രണ്ടും. നിന്റെയും മകന്റെയും കാര്യങ്ങൾ നോക്കി ജയസുധ ഉണ്ടാവും വീട്ടിൽ.
ഇഷ, നിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ജമുനയെ വിളിച്ചത്. അവളെ കർണാടക പോലീസ് വിളിപ്പിച്ചെന്ന്. സിറിൽ എന്തെങ്കിലും ഓവർപ്ലേ ചെയ്തിട്ടുണ്ടാവും. അവനിപ്പോ അളമൂട്ടിയ പാമ്പിനെ പോലെ. ഇനി നമ്മളെയും ഏതു നിമിഷം മടിവാള സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്ന പറയുന്നേ. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നല്ലേ സുദീപ്? ഒക്കെ അരുൺ സാർ നോക്കിക്കോളും. നീ ധൈര്യമായിട്ടിരിക്കുക. ഈ കല്യാണം നടക്കുമെന്ന് എനിക്കിപ്പോഴും വിശ്വാസമില്ല. കാരണം ഒരുപാട് കുരുക്കുകൾ ഇതിലുണ്ട്. സിറിലും നിന്റെ അമ്മയും. ഇനി സിറിൽ പോലീസിൽ എന്ത് വെളിപ്പെടുത്തൽ നടത്തിയെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ പോലീസും എത്തും. നിനക്ക് അരുൺ തോമസിൽ അത്ര വിശ്വാസം ഉണ്ടായിരിക്കാം. അയാൾക്ക് നിന്നോടും കാണാം ഒരു സോഫ്റ്റ് കോർണർ. പക്ഷേ എന്റെ Can you remember the date of accident? December? Do you remember? No. Sorry, sir. I forget the exact date. I know it was in December. ನೀವು ಮರವು ಹೋಗಿದೆ. ಇಲ್ಲಾಂದ್ರೆ ಅಂದ್ರೆ ಆಕ್ಟ್ ಮಾಡ್ತಾರೆ. ಆದ್ರೆ ಮನೆಗಾಗ ದಿನಗಳ 2015 ಡಿಸೆಂಬರ್ 16 ಗುರುವಾರ ಸಾಯಂಕಾಲ 7:30. Yes, sir. ನಿನ್ನಂತರ ಅವತ್ತೇ ಹೇಳಿದೆ, ಇವಾಗ ನಿಜವಾ ಬಿಸ ನಾ ಇಡ್ತೀನಿ ಅಂತ. Sir, I am innocent. ഞാൻ എന്താ സർ ചെയ്തത്? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സർ. ನಿನಗೆ ಏನು ಗೊತ್ತಿಲ್ಲ. ಇದಾನೆ ಎಲ್ಲರೂ ಹೇಳಿದೆ. ಗೊತ್ತಿಲ್ಲ, ನೋಡಿಲ್ಲ, ಹೇಳಿಲ್ಲ. ಯಾರಿಂದ ನಿಶಾಂತಿನಿ ಶಂಕರ್? ನಿನ್ನೂ ಅವಕ್ಕೂ ಜೊತೆ ಏನ್ ಸಂಬಂಧ? ನಿನ್ನ ಬಿಸ್ನೆಸ್ ಪಾರ್ಟ್ನರಾ ಅಥವಾ ಸ್ನೇಹಿತ? ಆನ್ಸರ್ ಮೀ. ವೈ ಆರ್ ಯು ಸೈಲೆಂಟ್? ಡೋಂಟ್ ಯು ಅಂಡರ್ಸ್ಟ್ಯಾಂಡ್ ಕನ್ನಡ? ಯು ನೋ ತಮಿಳ್? எஸ். சரி, தமிழ்ல பேசலாம். யார் இந்த நிஷாந்தினி சங்கர்? உனக்கும் அவளுக்கும் என்ன தொடர்பு? அவள் என்ன உன்னோட பிசினஸ் பண்றா இல்ல நண்பியா? சொல்லடா, சொல்லு. நிஷாந்தினி சங்கர் வந்து சுதிയുടെ സോറി
Isha Aravindude mother. I know her earlier. என்ன என்னமோ புது பேர் சொன்னியே, என்ன பேரு? ஸ்ருதியா? அது யாரு? சொல்லடா. Who is she? ஸ்ருதி. Sir, Isha Aravindude புதுசு பேரா ஸ்ருதி ஜெகர்ஷன். அப்படியா? நீ பார்த்துட்டியா அவளை? ஈஷா அரவிந்த். Have you met her? Yes, sir. I have. For what purpose? You met her. எதுக்காக? பணத்துக்காகயா இல்ல சொத்துக்காகயா? How much you robbed her? நீயும் அவளோட அம்மா நிஷாந்திரி சங்கரும் சேர்ந்து சொத்துக்காக கொலை கூடி பண்ணலாம். என்னோட உயிரினும் சொத்துக்கும் பாதுகாப்பு வேணும்ன்றதான் அவளோட பராதி. தெரியுமா? தெரியுமாடா உனக்கு? Sir, I met her accidentally at her office. That was not planned. நீ அந்த பாலுவினே மறுபடியும் எப்பாவது பார்த்துட்டியா? No. No, sir. நான் பார்த்தேன். அடிக்கடி போய் பார்ப்பேன். அவன் கொஞ்சம் கொஞ்சமா getting well, steering up to the life. அவரை பார்க்க வேண்டாமா உனக்கு? சொல்லு. Yes, sir. I want. எதுக்கடா அவனை கொல்ல முயற்சி பண்ண? Why? Why you have made a murder attempt? சொல்லடா. சொல்லு. സർ, എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ എത്ര തവണ സാറിൻ്റെ അടുത്ത് മുമ്പും പറഞ്ഞതാ. The issue was between Isha, Sudeep and Balu. It just happened in between them. Believe me, sir. Please. I don't know anything. நிஷாந்திரி சங்கர் அவளோட பொண்ணை காணாம எங்களுக்கு ஒப்படைச்ச கம்ப்ளைண்ட் எங்க கிட்ட இருக்கு. She was missing. இப்ப நீ அவளை பார்த்துட்ட. ஏன் இந்த விஷயம் நிஷாந்திரி கிட்ட சொல்லவே இல்ல? இந்த கம்ப்ளைண்ட் உனக்கு கூட தெரிஞ்சுதானே அவ கொடுத்தது. Why you didn't inform her? உனக்கு தெரியாத ஏதாவது இஷ்யூ உங்களுக்குள்ள இருக்கு. Some issues are with you. I mean Nishandri and you. Finally with Isha. Am I right? Hana, என்ன விஷயம் சொல்லடா. அது என்ன ப்ராப்ளம்? உனக்கு அவக்கு இடையில என்ன ப்ராப்ளம் சொல்லு. எதுக்காக நீ அவளை கொல்ல முயற்சி பண்ண? Sir, please, sir. Sir, please. தொலைச்சு போடுவே ராஸ்கல். நீ என்ன நினைச்ச? நாங்களெல்லாம் சும்மா கேரள நினைச்சிட்டியா? இப்பவே தூக்கி உள்ள போட்டுடுவே. பாரதேசி. Sir, if you are so particular to put me in the jail, then put me in the hell. Suck my blood and vein. If you just want a culprit, arrest me. If you want a culprit, I'm ready. You know? Don't you know? Each and every man have a justice. I will fight for my justice. കുറ്റം ചെയ്തവർ പുറത്ത് സുഖമായിട്ട് കഴിയുന്നു. You are blaming me only. You can't catch them. What is this? You are blaming me only. Don't be emotional, man. Come on, man. She have filed a very strong agitation against you and also filed a complaint, section CRPC 506 clause number 2, atrocities and endanger of life and property of a woman. தெரியுமா உனக்கு? உன்னோட லைஃப் இனி அவளோட கையில் தான். அதனால உண்மையை சொல்லடா. സർ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവളെ കണ്ടു. അരുൺ തോമസ് എന്ന് പറയുന്ന ഒരാളുടെ ഓഫീസിൽ. അവൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. നീ இந்த விஷயம் മുന്നാടി சொல்லவே ഇല്ല. ഞാൻ പോലീസിൽ ഇതൊക്കെ പറയണമെന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷേ ഇഷ എൻ്റെ കാലിൽ വീണ് കരഞ്ഞു. അവളുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ബാംഗ്ലൂരോട്ട് വരുമ്പം പോലും എന്നോടൊരു 1000 തവണ അവൾ പറഞ്ഞു, ആരോടും പറയരുതെന്ന്. பொய் சொல்றியா? இப்படி ஒரு கம்ப்ளைண்ட் போட்டுட்டு எதுக்கடா அவ உன் காலில் வீழணும்? അല്ലാതെ അവൾക്ക് പറ്റില്ല സാർ. ഇപ്പോൾ അവളുടെ ലൈഫ് എൻ്റെ കയ്യിലാ. எப்படி? അവളിപ്പോൾ പ്രഗ്നൻ്റ് ആണ് സാർ. ഇഷ ഈസ് 5 months pregnant. வாட்? என்ன சொன்ன? பிரெக்னண்டா? எஸ் சார். எப்படி? அவளோட மேரேஜ் முடிஞ்சிடுச்சா?
Is she married? No. No, sir. But she is pregnant. സാർ എന്നെ ഇപ്പടി മിരട്ടി കേൾക്കുന്ന കേൾവി ഇഷാവെ ഇരുത്തി ഒന്ന് സാർ ചോദിച്ചാൽ മതി. യഥാർത്ഥ കൾപ്രിറ്റിനെ സാറിന് കിട്ടും. അന്നേക്ക് ഉങ്ങോട്ട് ഞാൻ കേട്ടെ. ആക്സിഡന്റ് നടന്നപ്പോ യാര് ഡ്രൈവ് പണ്ണത്? നീയാ സുദീപ? സുദീപാണ് സാർ ഡ്രൈവ് ചെയ്തത്. സുദീപ? യെസ് സാർ, സുദീപാണ് ഡ്രൈവ് ചെയ്തത്. ഒപ്പം ഞാനും ഉണ്ടായിരുന്നു. ഇഷയോടുള്ള അവൻ്റെ ദേഷ്യം കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി അവൻ ഇഷയും ബാലുവിനെയും കൊല്ലാൻ നോക്കുകയായിരുന്നു. ഞാൻ ആ സ്റ്റിയറിംഗ് വെട്ടിച്ച് അവരെ രണ്ടുപേരെയും രക്ഷിച്ചത്. സർ, ഐ സേവ്ഡ് ഇഷ. ഇറ്റ്സ് എ ഫാക്ട്. ബിലീവ് മീ. സാറിൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ള എല്ലാ എവിഡൻസുകളും ഫേക്കാണ് സർ. ഓൾ ആർ ഫേബ്രിക്കേറ്റഡ്. അതെല്ലാം അരുൺ തോമസിൻ്റെ ബുദ്ധിയാ. കൂടെ ഇഷയും സുദീപും എല്ലാം എന്നെ ട്രാപ്പിലാക്കുക. സർ, ദിസ് ഈസ് ദ ഫാക്ട്. ഐ എം ഇന്നസെന്റ്. പ്ലീസ് ബിലീവ് മീ, പ്ലീസ്. தெரியும், நீ அந்த அளவுக்கு பிரச்சனைக்காரில்லைன்னு எனக்கு நல்லா தெரியும். ஆனா என்ன பண்ண முடியும்? எல்லா எவிடன்ஸும் உனக்கு அகெயின்ஸ்ட் தான். பார்க்கலாம் என்ன செய்ய முடியும். கமான். இஷா வயத்தில் இருக்கிற குழந்தையோட அப்பா யாருன்னு உனக்கு தெரியுமா இல்ல தெரியாதா? உண்மை மட்டும்தான் சொல்லணும். உட்காரு. சொல்லு. ബാലു, എൻ്റെ വിശ്വാസം ഇഷയുടെ കുഞ്ഞു ബാലുവിൻ്റെതാണ്. യു ബിലീവ് സോ? അന കണ്ടിപ്പാ തെരിയില്ലല്ലേ? എനിക്കങ്ങനെ വിശ്വസിക്കാനേ കഴിയൂ സാർ. കുറേ കാലം സുദീപിൻ്റെ കൂടെ അവൾ കഴിഞ്ഞത്. പിന്നെ അവനെ ചീറ്റ് ചെയ്തു. ബാലുവിൻ്റെയും അവൻ്റെയും ഒപ്പം കഴിഞ്ഞു. അവൻ്റെ തന്നെയാണോ എന്നറിയില്ല. എന്നാലും അവസാനം അവൾ ബാലുവിൻ്റെ ഒപ്പം തന്നെയായിരുന്നു. ഇപ്പോൾ അതുമല്ല, അരുൺ തോമസ് എന്ന ബിസിനസ്സുകാരൻ്റെ കൂടെയാണ്. എങ്കിലും കുഞ്ഞു ബാലുവിൻ്റെ തന്നെ ആവാനാണ് സാർ സാധ്യത. ഈ അരുൺ തോമസ് ഫിനാൻഷ്യലി ആൻഡ് പൊളിറ്റിക്കലി കൊച്ചിയിലെ അറിയപ്പെടുന്ന ഒരാളാണ് സാർ. പണവും പദവിയും ഒക്കെ ഉപയോഗിച്ച് അയാൾ എന്നെ കുടുക്കിയതാണ് സാർ. ഞാനാ സാർ ഇതിൽ ശരിക്കും പെട്ടുപോയത്. എന്തിനും മടിക്കാത്തവരാ അവരൊക്കെ. ഇഷയെയും സുദീപിനെയൊക്കെ നിയന്ത്രിക്കുന്നത് അരുൺ തോമസാണ്. അയാൾക്ക് അവൾക്ക് മേലെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. ഹീസ് എ കണ്ണിങ് ബിസിനസ്മാൻ. സർ, പ്ലീസ് സേവ് മീ സർ. നമുക്ക് ബാലുവിനെ ഒന്ന് പാക്കലാം.